പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും എന്ന ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള 20 ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. 20 ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ധാതുലവണം ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതുലവണം ഏതാണ്? ഉത്തരം ഇരുമ്പാണ്. അടുത്ത ചോദ്യം, മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? മാംസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം ക്വാഷിയോർക്കർ. അടുത്ത ചോദ്യം, ജീവകം സിയുടെ മുഖ്യ ഉറവിടം ഏത്? ജീവകം സിയുടെ മുഖ്യ ഉറവിടം ഏതാണ്? ഉത്തരം നെല്ലിക്ക. അടുത്ത ചോദ്യം, ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ എ. അടുത്ത ചോദ്യം, ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏത്? ജീവകം എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം നിശാന്തത. അടുത്ത ചോദ്യം, വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ സി. അടുത്ത ചോദ്യം, ജീവകം ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഉത്തരം റിക്കറ്റ്സ്. അടുത്ത ചോദ്യം, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം ഏതാണ്? പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകം ഏതാണ്? ഉത്തരം ജീവകം ഇ. അടുത്ത ചോദ്യം, അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഉത്തരം ജീവകം സി. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? രക്തം കട്ടപിടിക്കുവാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ഉത്തരം ജീവകം കെ. അടുത്ത ചോദ്യം, തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ വളർച്ചയ്ക്കും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ധാതുലവണം ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ വളർച്ചയ്ക്കും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ധാതു ഏതാണ്? ഉത്തരം അയഡിൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം കുറഞ്ഞത് എത്ര ഗ്രാം പച്ചക്കറികൾ കഴിച്ചിരിക്കണം? ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഇന്ത്യക്കാരൻ ഒരു ദിവസം കുറഞ്ഞത് എത്ര ഗ്രാം പച്ചക്കറികൾ കഴിച്ചിരിക്കണം? ഉത്തരം 295 ഗ്രാം. അടുത്ത ചോദ്യം, കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ എ. അടുത്ത ചോദ്യം, കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വിറ്റാമിൻ ഏതാണ്? കൃത്രിമമായി നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ സി. അടുത്ത ചോദ്യം, മോണയുടെ ആരോഗ്യത്തിന് പ്രധാനമായ ജീവകം ഏതാണ്? മോണയുടെ ആരോഗ്യത്തിന് പ്രധാനമായിട്ടുള്ള ജീവകം ഏതാണ്? ഉത്തരം വിറ്റാമിൻ സി. അടുത്ത ചോദ്യം, കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ ഡി. അടുത്ത ചോദ്യം, പാചകം ചെയ്ത് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ലഭിക്കാത്ത ജീവകം താഴെ പറയുന്നവയിൽ ഏതാണ്? പാചകം ചെയ്ത് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ലഭിക്കാത്ത ജീവകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ജീവകം സി. അടുത്ത ചോദ്യം, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? ഉത്തരം വിറ്റാമിൻ എ. അടുത്ത ചോദ്യം, ജീവകം എന്ന പദം ആദ്യമായിട്ട് നാമകരണം ചെയ്തത് ആരാണ്? ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ആരാണ്? ഉത്തരം കാസിമർ ഫങ്ക്. അടുത്ത ചോദ്യം, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്താൻ ആവശ്യമായ ലവണം ഏതാണ്? ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ലവണം ഏതാണ്? ഉത്തരം സോഡിയം. 20 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.